റെജിമെന്റായി ഇന്ന് എന്നോട് കൂടെ ഉള്ളത് സൗമ്യയാണ്. സൗമ്യക്ക് ഒരു ആഗ്രഹം ഈ ടെക്സസിലെ തണുപ്പ് കാലത്തെ കൃഷിയെ പറ്റിയൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന്. സൗമ്യ അമേരിക്ക വന്നിട്ട് എത്ര നാളായി? 3 years. അപ്പൊ 3 years അമേരിക്കയിൽ എവിടെയായിരുന്നു? അപ്പൊ ഇല്ലിനോയിന്ന് ടെക്സസിലോട്ട് വന്നിട്ട് എത്ര നാളായി? 4 months. ടെക്സസിലോട്ട് വരാൻ എന്താ കാരണം? ഇവിടുത്തെ ക്ലൈമറ്റ് ഓൾമോസ്റ്റ് സെയിം ലൈക്ക് ഇന്ത്യ ആണെന്ന് തോന്നി. പിന്നെ അതുപോലെ തന്നെ അവിടെ ഭയങ്കര തണുപ്പ് സ്നോയുമാണ് 6 months. ഇവിടെ വന്നിട്ട് ഇഷ്ടപ്പെട്ടോ? ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവിടെ അപ്പൊ സ്വാമി ഇന്ന് വന്നപ്പോ ചോദിച്ചു ഇവിടുത്തെ ടെക്സസിലെ കൃഷിയൊക്കെ ഒന്ന് കൃഷിയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ വാ, ഞാൻ പറഞ്ഞു തരാം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ. ആദ്യം തന്നെ ഞാൻ പറയുവാണ്, ഞാൻ കൃഷി എന്റെ ഹസ്ബൻഡാണ് ചെയ്യുന്നത് മെയിൻ ആയിട്ട്. ഞാൻ ഇങ്ങനെ ഇച്ചിരി വീഡിയോ ഒക്കെ എടുക്കും, പിന്നെ വിളവെടുക്കും, കുറച്ചൊക്കെ അറിവുണ്ട്. ഞാൻ എന്താണെന്നറിയാമോ, ഇപ്പൊ അധികം കൃഷി ചെയ്യാത്ത, പണ്ട് ഞാൻ ചെയ്യുമായിരുന്നു. അപ്പൊ ഞാൻ ഹസ്ബൻഡ് മണ്ണൊക്കെ ഒരുക്കി കൃഷി ചെയ്യും. അവിടെ തന്നെ ഞാനും കൊണ്ട് വേറെ എന്തെങ്കിലും വിത്തിടും. ഇപ്പൊ രണ്ടും കിളുത്ത് വന്ന് ഞങ്ങൾ തമ്മിൽ അടിയായി. അപ്പൊ പിന്നെ ഞാൻ ആ പരിപാടി അങ്ങ് നിർത്തി. ഇപ്പൊ ഞാൻ വിളവെടുക്കലും വീഡിയോ എടുക്കലേ ഉള്ളു. ഇത് കണ്ടോ, ഇതെന്താന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ ഉലുവയാണ്. നമുക്ക് കടയിലൊക്കെ കിട്ടത്തില്ല ഉലുവ. അപ്പൊ ഉലുവ നമ്മള് മോര് കാച്ചാനും മീൻകറിക്കൊക്കെ ഉലുവാപ്പൊടി എടുത്തില്ലേ. അപ്പൊ ഞങ്ങൾക്കിവിടെ ഉലുവ കിട്ടത്തില്ല. പക്ഷെ ഉലുവയുടെ ഇലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നത്. ഉലുവയുടെ ഇല കൊണ്ട് എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഉലുവയുടെ ഇല കൊണ്ട് നമുക്ക് നാട്ടിലൊക്കെ പറ്റില്ല മേത്തി പൊറോട്ട. എനിക്ക് പൊറോട്ട ഉണ്ടാക്കാൻ അറിയത്തില്ല. പിന്നെ എന്താന്ന് വെച്ചാല് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ, ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളൊരു മെഴുകുപുരട്ടി പോലെ വെച്ചിട്ട് അതും ഈ ഉലുവയുടെ ഇലയും കൂടെ നമുക്ക് തോരൻ വെക്കാം. കാരണം ഉലുവയുടെ ഇലയ്ക്ക് ഭയങ്കര കയ്പാണ്. അപ്പൊ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നന്നായിട്ട് തേങ്ങയോ ഉള്ളിയോ ഇട്ട് തോരൻ വെക്കാം. പക്ഷെ ഒത്തിരി നമ്മുടെ മുരിങ്ങയിലൊക്കെ തോരൻ വെക്കുന്ന പോലെ അതിനേക്കാളും പക്ഷെ ഇച്ചിരിയുടെ കയ്പുണ്ട്. ഒത്തിരി നല്ലതാണ് മുരിങ്ങയുടെ ഇലയും നല്ലതാ, ഉലുവയുടെ ഇലയും നല്ലതാ. പക്ഷെ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് മുതൽമുടക്കൊന്നുമില്ല. കടയിൽ നിന്ന് കിട്ടുന്ന ഉലുവ എടുത്തെങ്കിൽ നിങ്ങൾ വെതറിയാ മതി. ഞാൻ ചുമ്മാ വന്ന് വെതറിയിട്ടതാ. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. കടുകും ഉലുവയൊക്കെ വെതറും ഒക്കെ ചെയ്യും. പക്ഷെ മല്ലി, ഇവിടെയൊക്കെ മല്ലി കിളുത്തിട്ടുണ്ട്. മല്ലി വെച്ച ഒരു പ്രാവശ്യം ഇട്ടാൽ അത് പിന്നെ തന്നെ കിളുത്ത് വന്നോളും. പിന്നെ മല്ലിയുടെ നമ്മുടെ ഇലയാണ് ഉപയോഗിക്കുന്നത്. മല്ലിയില നമുക്ക് കറിക്ക് ഉപയോഗിക്കാം. പക്ഷെ മല്ലി വളർന്ന് നമുക്കിവിടെ മല്ലിയുണ്ട്. നമ്മൾ ഇവിടെ പറമ്പിലുണ്ടായ മല്ലിയാണ് ഉപയോഗിക്കുന്നത്. മല്ലി ഉണ്ടായി വരാറുണ്ട്. നല്ല ഇതുപോലെ ഒരു ഇത്രയും പൊക്കത്തിൽ വരും, നിറയെ കായ ഉണ്ടായി വരും. നല്ല ഭംഗി അന്നേരം കാണാൻ. അപ്പൊ ഞാൻ കാണിക്കാം, ഞാൻ വിളിച്ച് കാണിക്കാം അവിടെ ഉണ്ടാകുന്നത്. പിന്നെ ഇത് പപ്പായയാണ്. ഇത് പപ്പായയാണ്. ഇത് തണുപ്പത്ത് പോകും. എത്ര നാൾ നിൽക്കുമോ നമുക്ക് നോക്കാം. ഇത് നമ്മുടെ നാട്ടിലെ പോലെ വലുതാവുമോ? പല പ്രാവശ്യം നമുക്ക് കായ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ പഴുക്കത്തില്ല. നമുക്ക് തോരൻ വെക്കാനായിട്ടുള്ള ഈ വർഷം എന്തോ അത് താമസിച്ചോ ഉണ്ടായത്. അപ്പൊ അതോടെ പൂ ഉണ്ടായി വരുന്നുണ്ട്, പക്ഷെ അറിയത്തില്ല. പിന്നെ ഇതൊക്കെ എന്താണെന്ന് മനസ്സിലായോ? നമ്മൾ ഓർക്കുന്നുണ്ട് ഇവിടെ നേരത്തെ നിത്യവഴുതനയല്ലേ നിന്നത്. അപ്പൊ ഇതിന്റെ അരി തന്നെ വീണ് കിളുത്ത് വന്നതാണ്. പക്ഷെ എനിക്ക് വളരെ വിഷമമുണ്ട്. ഇത് അങ്ങ് നിക്കത്തില്ല. തണുപ്പായി കഴിയുമ്പോ ഇതെല്ലാം പോകും. പക്ഷെ പിന്നെ ഉണ്ടായി വരും. ഇത് പിന്നെ ഉണ്ടായി വരും. അതേ ഉള്ളൊരു പ്രത്യേക ശക്തി. നോക്കി എന്താർത്ത് മനോഹരമായിട്ടാണ് നിക്കുന്നതെന്ന്. നമ്മള് പിന്നെ നടുവൊന്നും വേണ്ട, അതിന്റെ പഴയ ഇതിൽ നിന്ന് തന്നെ അത് ഉണ്ടായി പഴയ ചെടിയെന്നല്ല, അരി വീണ് തന്നെ കിളുത്ത് വരുന്നത്. അരി വീണ് തന്നെ കിളുത്ത് വരുന്നതല്ല. അതുപോലെ തന്നെ ഇതൊക്കെ തന്റെ ഉലുവായും മല്ലിയും ഒക്കെയാണ് കിളുത്ത് വരുന്നത്. പിന്നെ ഉള്ളതാണ് ഇതെന്താണെന്നറിയാമോ? ഇത് നമ്മുടെ വെളുത്തുള്ളിയാ. പക്ഷെ വെളുത്തുള്ളി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നടുന്നത് കാണിച്ചായിരുന്നല്ലോ. അപ്പൊ അതിങ്ങനെ കിളുത്ത് വന്നിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ വെളുത്തുള്ളി ഒരല്ലി വെച്ചാൽ മതി. അപ്പൊ നമുക്ക് ഫുള്ള് കിട്ടും. ഈ വെളുത്തുള്ളിയുടെ ഇല കൊണ്ടും നമുക്ക് ചിലരൊക്കെ ഇത് തോരനൊക്കെ ഇടാറുണ്ട്. പിന്നെ നോർത്ത് ഇന്ത്യൻസ് ഒക്കെ അതും ബേസൻ പൗഡറും കൂടെ എന്തോ ഒരു പലഹാരം ഉണ്ടാക്കും. അതും നല്ലതാണ്. പിന്നെ വെളുത്തുള്ളി. പിന്നെ ഇത് വെളുത്തുള്ളി പറിക്കാൻ പറ്റുമോ അതോ? വെളുത്തുള്ളി ഇത് ഇപ്പോഴല്ല. ഇത് വെളുത്തുള്ളി റെഡി ആകുന്ന എപ്പോഴാന്ന് വെച്ചാൽ ഇതിന്റെ ഇലയെല്ലാം ഒരു ബ്രൗൺ കളറാണ്. അപ്പം വെളുത്തുള്ളി റെഡിയാകും. അപ്പൊ നമുക്ക് ഒരല്ലി ഇട്ടാൽ ഫുള്ള് വെളുത്തുള്ളി കിട്ടും. അങ്ങനെ കിട്ടും. അതുപോലെ തന്നെ വേണ്ട ഇവിടെ ഇത് മഞ്ഞള്. ഇതിനി പറിക്കില്ല. പിന്നെ ഇതെന്താണെന്നറിയാമോ? പച്ചക്കാന്താരിയാണ്. ഇത് ഇങ്ങനെ വേരിറങ്ങി നിൽക്കുവായിരുന്നു. ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുവായിരുന്നു. അപ്പൊ ഞാനിപ്പോ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു പോകുന്നു. ഇനി ഇത് അകത്ത് കൊണ്ട് വെക്കണം. അകത്തൊരു ചട്ടിക്കകത്തായിട്ട് വെക്കണം. നിനക്ക് വേണമെങ്കിൽ നീ കൊണ്ടുപോക്കും. കാന്താരി നല്ലതാ, നല്ലൊരു ചെടിയാണ്. നല്ല കാന്താരി ചെടിയോടെ കൊണ്ടുപോകും. പിന്നെ വേണ്ട വെണ്ടയൊക്കെ പോയി. പിന്നെ ഉള്ളതാണ് നമ്മുടെ വേണ്ട. ഇതെന്താണെന്നറിയാമോ?
നാട്ടിൽ നമുക്കിതുണ്ട്. ഈ ചെമ്പരത്തിന്റെ പേര് എനിക്കറിയത്തില്ല. ഇതൊരു ചെമ്പരത്തിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ മുളകിനും ഇത് വർഷങ്ങളായ മുളകാണ്. ഇത് ഞങ്ങൾ ഇങ്ങനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുവാണ്. ഇതെടുത്ത് അകത്ത് വെക്കും, പിന്നെ ചൂടാകുമ്പോഴത്തെ വെളിയിലോട്ട് വെക്കും. ഇത് മഞ്ഞളാണ്. ഇത് മഞ്ഞളാണ്. മഞ്ഞള് തുളസിയൊക്കെ തന്നെ കിളുത്ത് വരുന്നതാണ്. അതെന്താന്ന് എനിക്ക് അറിയത്തില്ല. ഏതാണ്ടൊരു കിളുത്ത് വരുവാണ്. എന്തോ ചെടിയാണ്. പിന്നെ ഇതറിയാമോ? നമ്മുടെ മാതള നാരങ്ങ. കാരണം ഒരു വർഷം ഉണ്ടല്ലോ, ഇത് നിറയെ മാതള നാരങ്ങ ഉണ്ടായിട്ട് ഇതിന്റെ വെയിറ്റ് കൊണ്ട് ഈ ചെടി പെടന്നു പോയതാ. ഈ വർഷം എന്തോ വളരെ കുറച്ചാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ സൗമ്യ ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ഇവിടെ ഈ സമയത്ത് ഒരു ഒക്ടോബർ നവംബറിലൊക്കെ നമ്മുടെ പ്രധാന ചെടികളുടെ ഒക്കെ കളർ എന്താണെന്ന്, ഒന്നില്ലെങ്കിൽ മഞ്ഞ, അല്ലെങ്കിൽ ഓറഞ്ച്, അല്ലെങ്കിൽ റെഡ് ആണ്. കാരണം നമ്മൾ ഈ താങ്ക്സ് ഗിവിംഗ് സമയമല്ലേ, അപ്പൊ ആ സമയത്തുള്ള നമ്മുടെ ഡെക്കറേഷൻസ് എല്ലാം ഒന്നുമില്ല മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് കളറാണ്. അപ്പൊ നോക്ക്, പ്രകൃതി തന്നെ ഈ താങ്ക്സ് ഗിവിംഗ് സെലിബ്രേഷന് വേണ്ടി ഇങ്ങനെ ഒരുങ്ങുവാണ്. മഞ്ഞ കളറ്, ചുമന്ന കളറ്, ഓറഞ്ച് കളറൊക്കെ. പിന്നെ ഇതൊന്നും ഒരിക്കലും പോകത്തില്ല. പിന്നെ ഞങ്ങൾ വന്ന വർഷം വെച്ച മരമാണ് ഇത്. കാക്കയല്ല പെസ്മെല്ല് പറയുന്നത് ഫ്രൂട്ടാണ്. അതായത് തക്കാളി ഇല്ലേ, തക്കാളി പോലെ മഞ്ഞ കളറിന്റെ ഫ്രൂട്ടാണ്. ഇത് ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇത് നിറയെ ഉണ്ടായിരുന്നു കാ. പക്ഷെ സൗമ്യ നോക്ക്, നമ്മുടെ ഇവിടുത്തെ പ്രധാന കൃഷിക്കാരനാണിത്. പുള്ളി ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യും. ഞാൻ വീഡിയോ ഒക്കെ എടുത്തിടും. പുല്ലുവെട്ടാണ്. നമ്മളിവിടെ പുല്ലുവെട്ടുന്നതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത് പുല്ല് വെട്ടാൻ ഉപയോഗിക്കുന്ന മെഷീനാണ്. ചേന പറിച്ചില്ല. പരുവം കണ്ടിട്ട് അതിന്റെ മൂട്ടിലൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. പിന്നെ അതിന്റെ കരിവേപ്പ്, പിന്നെ അതേ നമ്മുടെ കൈതച്ചക്കയൊക്കെ അതാണ്ട് ഇവിടെ കൊണ്ട് നിർത്തിയിരിക്കുന്നു. ഇതെല്ലാം പോകും തണുപ്പത്തേണ്ട. അതും ഒരു പോമോഗ്രാനൈറ്റാണ്. ഈ പോമോഗ്രാനൈറ്റ് ഒന്നും പോകത്തില്ല. തണുപ്പത്തെ ഇലയെല്ലാം പോകും. ആദ്യം മഞ്ഞയാകും, ഇലയെല്ലാം പൊഴിഞ്ഞു പോകും, പിന്നെ കിളുത്ത് വരും. പിന്നെ ഇവിടുത്തെ ഫ്രൂട്ട് ട്രീയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ആദ്യം തണുപ്പ് കഴിയുമ്പോൾ അതിലെല്ലാം പൂക്കൾ വരും. അത് കഴിഞ്ഞിട്ട് ചെറിയ കാ വന്നിട്ട് പിന്നെ ഇല വരുന്നത്. ഈ പൂക്കൾ വരുന്ന സമയത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് ചെമ്പരത്തി. പിന്നെ ഇത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം പറ്റിയൊരു തെറ്റാണ്. ഇത് കണ്ടോ, ഞാനിത് അറിയാതെ എന്നുണ്ടല്ലോ, ഇതിനെ എന്താ ഇത് ആത്തക്കയാണ്, അത്തിയല്ല, ആത്തക്കായത് ഫിഗ. കണ്ടൊരു കായ ഉണ്ടായിട്ടുണ്ട്. അത്തിപ്പഴം, ആത്തയല്ല. പിന്നെ വേണ്ട, ഞാനിവിടെ ഇപ്പൊ പറിച്ചതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമ്മുടെ ഇതുണ്ടല്ലോ, ഇത് നമ്മുടെ കെയില കഥായിത്താണ്ട് ഇവിടെ നിൽപ്പുണ്ട് അതിന്റെ ചെടി. ഇതേത് ഞാനിപ്പോ പറിച്ചതാണ്. ഇത് നമ്മളുണ്ടല്ലോ, ഒരു വർഷം വെച്ചാൽ മതി. ഒരു വർഷം വെച്ചാൽ ഇത് പിന്നെ പോകത്തില്ല. ചൂടത്തും തണുപ്പത്തും ഇതിന്റെ ഇല നമുക്ക് സാലഡിനിടാം. പിന്നെ നമുക്ക് തോരൻ വെക്കാനും കൊള്ളാം. മുട്ട ഇട്ടോ തേങ്ങ ഇട്ടോ തോരൻ വെക്കാനും നല്ലതാണിത്, ഒത്തിരി നല്ലതാണിത്. പിന്നെ ഇന്ന് ഞങ്ങൾക്ക് മീൻകറി വെക്കാൻ നേരം പെട്ടെന്ന് നോക്കുമ്പോൾ ഇഞ്ചിയില്ല. അപ്പൊ ഞങ്ങൾ വേണ്ട പറമ്പിൽ നിന്ന് വന്ന് പറിച്ചതാണ് ഇഞ്ചി. ഇതാണ്ട് പറിച്ചതാണ്. അതിന്റെ ബാക്കി ഇവിടെ നിൽക്കുവാണ്. അപ്പോൾ എനിക്കൊന്ന് ഇത് അങ്ങ് ഉള്ളിലാണ്. പിന്നെ കത്തി വല്ലതും എടുത്തോണ്ട് വന്ന് വേണം കുത്തിപ്പറിക്കാൻ. പക്ഷെ ഇതിൽ നിന്ന് കുറച്ച് ഞങ്ങളിപ്പോൾ എടുത്തായിരുന്നു. അല്ല, കടയിൽ നിന്ന് നമ്മൾ ഇഞ്ചി വാങ്ങിക്കുമ്പോഴുണ്ട് ഒരുവിധം വിത്തുള്ള മുളയുള്ള ഇഞ്ചി നോക്കിയിടുന്ന. എന്നിട്ട് ചെറിയൊരു മുളയുള്ളത് കുഴിച്ചു വെച്ചാൽ മതി. പിന്നെ അത് കിളുത്ത് വരും. ഇങ്ങനെ എത്തേണ്ട ഇതാണ് ഇഞ്ചി. ഓക്കെ. പിന്നെ ഒരുവിധം കൃഷിയൊക്കെ ഇങ്ങനെ മുരിങ്ങയൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു. അപ്പം മുരിങ്ങയും ഇതുവരെ ഞങ്ങൾ കട്ട് ചെയ്തില്ല. കട്ട് ചെയ്ത് വെക്കണം. ഈ കായൊക്കെ നിൽക്കുന്നതുകൊണ്ട് കുറച്ച് നാളും കൂടെ നോക്കട്ടെ എത്ര ദിവസം അവിടെ കാണുമല്ലോ. ഒരുവിധം മഞ്ഞ് വരുന്നോടം വരെ കുറച്ചും കൂടി ഒന്ന് നിൽക്കട്ടെ എന്ന് ഓർത്തിരിക്കും. ഇപ്പം സാധാരണ രാവിലെ നല്ല തണുപ്പാണ്, വൈകിട്ടും തണുപ്പാണ്. പക്ഷേ ഈ സമയത്തൊക്കെ ഇച്ചിരി സൺലൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കണ്ടോ, ഇപ്പം നമുക്ക് കാണുമ്പോൾ ഇത് സങ്കടം തോന്നും. പല പയറും എല്ലാം ഇപ്പം ഇങ്ങനെ കിളുത്ത് വരുവാണ്. ഞാൻ നീക്കിയൊക്കെയാണ് ഇവിടെ നിൽക്കുന്നത്. എല്ലാം കിളുത്ത് വരിക. പക്ഷേ തണുപ്പായി കഴിയുമ്പോൾ ആ ഇന്ത്യൻ വെജിറ്റബിൾ എല്ലാം പോകും. ഇപ്പം കാലാവസ്ഥ നല്ലതായതുകൊണ്ട് എല്ലാം ഒന്നുകൂടെ ഒന്ന് കിളുത്ത് വരാൻ നോക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇപ്രാവശ്യം നോക്കാം, നമ്മളിവിടെ ചേമ്പ് പറിച്ച്
ചേമ്പ് പറിച്ചപ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നുമില്ലായിരുന്നു. അതിന്റെ ചേമ്പാണ്. ആ ചേമ്പിന്റെ തട നമ്മളിങ്ങനെ വെച്ചിരിക്കുവാണ്. തട ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇനി അടുത്ത വർഷത്തേക്ക് ഇതിന് വെള്ളാഴ്ച ഉണ്ടാകും. നമ്മുടെ കാരണം നമുക്ക് ചേമ്പിന്റെ നല്ല വിത്ത് കിട്ടത്തില്ല. അപ്പം നല്ല വിത്ത് കിട്ടാത്തപ്പോൾ നമുക്ക് നന്നായിട്ട് ഉണ്ടാവത്തില്ല. അപ്പം നമ്മളിങ്ങനെ തട വെച്ചിട്ട് പിന്നെ ഇങ്ങനെ നമ്മുടെ നാട്ടില് വാഴയാണല്ലോ. ഇത് വാഴ. നീ എന്നോട് ചോദിച്ചില്ല ഇത് ഏത് ഇനമാണെന്ന്. കാരണം ഒരു പ്രാവശ്യം വാഴയിൽ കായ ഉണ്ടായി. പക്ഷെ വാഴ മെലിഞ്ഞതായിരുന്നു. കായയുടെ വെയിറ്റ് കൊണ്ട് വാഴ പെടന്നു പോയി. പക്ഷെ ഈ വർഷം ഒന്നും കായൊന്നും ഉണ്ടായില്ല. ഇപ്പൊ നല്ല വണ്ണമൊക്കെ വെച്ചു. പക്ഷെ എന്താ പറയുന്നത് അടുപ്പത്ത്. പക്ഷെ ഇതിന് വിത്ത് അടിയിൽ കിടന്നോളും. പിന്നെ കിളുത്ത് വരും. അടുത്ത വർഷം കിളുത്ത് വരും. പക്ഷെ കായ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല. പക്ഷെ ഇതിന്റെ ഇല നമുക്ക് ഉപയോഗിക്കാം. അതുണ്ട്. പിന്നെ ഉള്ളതെടുത്ത ഇവിടുത്തെ ഒരു സർപ്രൈസ് നീ എനിക്ക് തോന്നുന്നു ഈ വീഡിയോയിൽ പലയിടത്തും കണ്ടിട്ടുണ്ടല്ലോ. അതാണ് നമ്മുടെ ഇത്. ഇവിടുത്തെ നമ്മുടെ ഇതാണ് നമ്മുടെ ഈ കുളം. ഈ കുളത്തെ പറ്റി പറയുമ്പോൾ ഇത് നമ്മൾ തന്നെ കുഴിച്ചുണ്ടാക്കിയ കുളമുണ്ട്. ഊഞ്ഞാലൊക്കെ ഇഷ്ടപ്പെട്ടോ? നല്ല സീനറി. അപ്പൊ ഈ കുളത്തെ പറ്റി പറയുമ്പോൾ ഈ കുളത്തിനകത്ത് നോക്കാം. ആഫ്രിക്കൻ പായലുണ്ട്, താമരയുണ്ട്, ഫിഷുണ്ട്. ഈ ആഫ്രിക്കൻ പായലൊക്കെ നമ്മുടെ നാട്ടിലെല്ലാവരും കളയുവാണ്. ഇവിടെ നമ്മൾ ആ നാട്ടിലെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടി വെച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഇത് നമ്മളിങ്ങനെ ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുന്നത് ഒരു സുഖമാണ്. ഇങ്ങനെ വന്നിരുന്നിരിക്കുക എന്നുള്ളത്. ഈവനിങ്ങിൽ ഇപ്പം നമുക്ക് ഈവനിങ് കുഴപ്പമില്ല. ഒരു 6 മണി കഴിയുമ്പോൾ തണുപ്പാണ്. അപ്പോൾ ഇടയ്ക്ക് വന്നിങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഇരിക്കാറുണ്ട്. ഒരു ഇതാണ്. പിന്നെ വേറൊരു കാര്യമെന്ന് വെച്ചാൽ ഇവിടെ ഉള്ളത് ഇത് കണ്ടോ, ഇത് നമ്മുടെ ശംഖുപുഷ്പം. ഞാൻ ഇട്ടല്ലേ ഇതിന്റെ തീയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ. ഇതിന്റെ ശംഖുപുഷ്പമാണ്. പിന്നെ വേറൊരു ഒരു വയലറ്റ് പൂവുണ്ടാകും. വയലറ്റ് പൂവുണ്ടാകും. അതിന്റെ തീ ഉണ്ടാക്കി നമുക്ക് പിന്നെ ചെടികളും പുളിമരവും എല്ലാം ഇപ്പൊ ഇതിനകത്ത് വെച്ചിരിക്കുവാണ്. ഇനി കുറെ ചെടികളും കൂടെ ഇതിനകത്തോട്ട് ഇനി വെക്കണം. തുടങ്ങിയതേ ഉണ്ട്. ഇതിനകത്ത് നമ്മളിപ്പം കുറെ ചെടികളെല്ലാം ഗാരേജിൽ വെച്ചു. പിന്നെ കുറെ ചെടികൾ വീടിനകത്ത് വെച്ച്. പിന്നെ കുറെ ചെടികൾ നമ്മുടെ ബാത്ടബിൽ വെച്ചു. അങ്ങനെ എല്ലായിടത്തുമായിട്ട് ഇങ്ങനെ ചെടീനെ സംരക്ഷിക്കുവാണ്. കാരണം ഓരോ വർഷവും നമുക്ക് പുതിയ പുതിയ ചെടിയെ മേടിക്കുക എന്നുള്ളത് ഫൈനാൻഷ്യലി നല്ലതല്ല. പിന്നെ നമുക്ക് ഉള്ള ചെടി പോകുക എന്ന് പറയുന്നത് വളരെ വിഷമമാണ്. കാരണം നമ്മൾ ഈ ചെടിയെയും സ്നേഹിക്കുന്നുണ്ട് അങ്ങനെ. പിന്നെ ഇവിടെയാണിത് ഞാൻ പറഞ്ഞില്ലേ എല്ലാ ചെടിന നമ്മുടെ ബെഞ്ച് ഇതിന് മാരിഗോൾഡ് എന്ന് പറഞ്ഞ് ഇതുണ്ടോ. ഇത് ഒരുതരം പായലിങ്ങനെ തിരിച്ചു വെച്ചു. അതൊന്നും പോകത്തില്ല. എന്നിട്ട് അവിടെ ഇടാനായിട്ടാ ആ പോണ്ടില്. അപ്പൊ ആ പോണ്ടിൽ നമ്മൾ ഇട്ട് അപ്പൊ ഫിഷ് എല്ലാം വന്ന് തിന്നോണ്ട് പോകും. അപ്പൊ അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചു. അത് ഫിഷ് തിന്നു. അതെല്ലാം അതറിയത്തില്ല. നമ്മുടെ നാട്ടില് 4 മണിച്ചിടിയാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ ബെന്തി പേരയുണ്ടല്ലേ? അത് പേരയല്ല, പേര. പേരയൊന്നും അത്ര മണ്ണിലോ അതല്ല. ഇപ്പൊ കായില്ല. കായുടെ സമയമല്ല. ഈ വിന്റർ കഴിയുമ്പോഴാണ് കാ വരുന്നത്. ആദ്യം പൂ വരും, പിന്നെ കാ വരും. കാരണം ബെന്തിച്ചെടിയുണ്ട്. പിന്നെ നേരെ നമ്മുടെ കോവലയിലൊക്കെ വേണ്ട കോവയ്ക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ട്. ഇതെല്ലാം കണ്ടോ എത്ര നാള് നിൽക്കുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഇവിടെയൊക്കെ കോവയ്ക്ക വെച്ചിട്ട് വളരെ കാര്യമായിട്ട് ഇപ്പൊ ആർത്ത് കിളുക്കുവാണ്. ഇപ്പൊ ചൂടല്ലായിരുന്നോ? ആ ചൂടിൽ നിന്ന് മാറി രണ്ട് തണുപ്പ് വന്നപ്പോൾ രണ്ട് പൂവൊക്കെ ഉണ്ടായി വരുന്നു. പക്ഷെ അറിയത്തില്ല. ഇപ്പൊ തന്നെ അടുത്ത ഇന്നോ നാളെയോ ഭയങ്കര തണുപ്പാന്നാ പറയുന്നത്. അപ്പോ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ ഈ പാവലം കണ്ടില്ല ആർത്ത് വളരുന്നത്. രണ്ട് ഇതേലൊക്കെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച് കുറെ തോരൻ വെച്ചു. രണ്ട് പാവയ്ക്കായും രണ്ട് ആർത്ത് വളരുന്നുണ്ട്. അപ്പം ഇതാണ് ഏകദേശം ഇപ്പോഴത്തെ. ഇത് കണ്ടോ, ഇതെന്താന്നറിയാമോ? ഈ മരം കണ്ട അതല്ല, ഇത് അത്തിയ. ഇത് കുറെ നാളായി അത്തി. ഇത് വലിയ മരമായിട്ട് അതിന് വേണ്ട ഇഷ്ടംപോലെ കായുണ്ട്. കണ്ടോ, കായെല്ലാം നിൽക്കുന്നതാണ്. അത്തിയും പോകത്തില്ല, തണുപ്പത്ത് പോകത്തില്ല. അതുകൊണ്ട് അവിടെയൊക്കെ കാലത്ത്. അപ്പം ഏകദേശം ഇപ്പോഴത്തെ കണ്ട ഇതുപോലെ തന്നെ പയറാണെങ്കിലും കണ്ടോ ആർത്ത് കിളുത്ത് വരുന്നത്. പക്ഷെ അവിടെ പയറുണ്ടായിട്ടുമുണ്ട്. പയറെല്ലാം ഉണ്ടായി നിൽക്കുന്നുണ്ടോ. പക്ഷെ അറിയത്തില്ല, ഇതൊന്നും പെട്ടെന്ന് തന്നെ പോകും. അധികം ദിവസം നിൽക്കത്തില്ല. ഇനി നോക്കാം. നമ്മള് പറിച്ച് കളയുന്നില്ല. ഇപ്പൊ തണുപ്പ് കൊടും തണുപ്പ് വരുന്നോടെ വരെ നിൽക്കട്ടെ. ഏത് മാസം തൊട്ടായിരിക്കും ഈ തണുപ്പ് സ്നോയൊക്കെ ആയിട്ട് തുടങ്ങുന്നത്? സാധാരണ ഇവിടെ ജനുവരി അവസാനം അല്ലെങ്കിൽ ഫെബ്രുവരിയിലാണ്. അപ്പൊ ഇവിടെ അധികം
നിങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വന്നാൽ നന്നായി. കാരണം ഇവിടെ അധികം സ്നോ വരാറില്ല. ഫെബ്രുവരി എൻഡിലൊക്കെ വരുമ്പോൾ ഒരു സ്നോ 1-2 വർഷമായിട്ടൊക്കെ ഉള്ളു, അല്ലാതെ പൊതുവെ കുറവാണ്. ഞങ്ങളും ലൂസിയാനയിലാണ് വന്നത്. ലൂസിയാനയെ അപേക്ഷിച്ച് ഇവിടെ തണുപ്പ് കുറവാണ്. അങ്ങനെയാണ്. ഒരു കറക്റ്റായിട്ടൊരു ഡേറ്റ് പറയുവാണെങ്കിൽ എൻ്റെ ഒരു വിശ്വാസത്തിൽ നമ്മൾ ഈസ്റ്റർ കഴിഞ്ഞിട്ട് കൃഷി തുടങ്ങുന്നതാണ് നല്ലത്. ഈസ്റ്റർ കഴിയുമ്പോൾ ഒരുവിധമൊക്കെ പിന്നെ എപ്പോഴും മണ്ണ് ചൂടായിട്ട് വേണം കൃഷി ചെയ്യാൻ. അല്ലെങ്കിൽ വിത്തെല്ലാം ഇങ്ങനെ എന്താ മണ്ണിച്ച് പോകും. വിത്തെല്ലാം എന്നറിയത്തില്ല, ആ വിത്ത് ശരിക്കും ചൂട് കിട്ടാതെ കിളിക്കത്തില്ല. അഥവാ അങ്ങനെ കിളിക്കുന്നതാണെങ്കിലും സ്ട്രോങ് ആവത്തില്ല. അതിന് നന്നായിട്ട് അത് വളരാനുള്ള ഒരു സാഹചര്യം ഒത്തു വരുന്നില്ല. നല്ല മണ്ണ് ചൂടായിട്ട് വേണം നമ്മൾ വിത്ത് കിളിപ്പിക്കാൻ. അല്ലെങ്കിൽ നമുക്ക് ചില വിത്തുകളൊക്കെ നമുക്ക് വെള്ളത്തിലിട്ടോ അല്ലെങ്കിൽ നമുക്ക് വേറെ കപ്പിനകത്തൊക്കെ മണ്ണിട്ട് കിളിപ്പിച്ചിട്ട് മണ്ണിലോട്ട് വെക്കാം. എന്നാലും കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. കൃഷിയുടെ സമയത്ത് ഓരോ കൃഷികളും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതൊക്കെ എനിക്കറിയാം. പിന്നെ മണ്ണിൻ്റെ മിക്സിക്ക് മാത്രം എനിക്കൊരു കൺഫ്യൂഷൻ അല്ല. അത് റൈച്ചാനാണ് ചെയ്യുന്നത്. മണ്ണ് മിക്സിംഗ് ഒക്കെ പുള്ളിയുടെ ഫീൽഡാണ്. എനിവേ ഏകദേശമൊക്കെ ഇപ്പം മനസ്സിലായല്ലോ. അതുകൊണ്ട് ഇപ്പം ഇനിയിപ്പം ഈ സമയത്തൊക്കെയാണ് നമ്മുടെ റോസച്ചെടി ഇവിടെ ടെക്സസിൽ ഒരു പ്രാവശ്യം മേടിച്ച് വെച്ചാൽ മതി. തണുപ്പ് പോയാലും പിന്നെയും കിളുത്ത് വരും. നമുക്ക് റോസ മേടിച്ച് വെക്കാം. പിന്നെ മുല്ലയാണെങ്കിലും ശരി, ഇത് പോകും, പക്ഷെ കിളുത്ത് വരും. പിന്നെ ചില ചെടികളൊക്കെ അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞ ഈ ജമന്തി. ഈ ജമന്തിയുടെ പല കളറുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഇത് മണ്ണിൽ മേടിച്ച് വെച്ചാൽ ചൂടത്ത് അതങ്ങ് പോകും. പക്ഷെ തണുപ്പ് കഴിയുമ്പോഴും തണുപ്പ് വരുമ്പോഴും നിറയെ ഇങ്ങനെ പൂ വരും. അപ്പോൾ അതൊക്കെ ഒരുവിധം തണുപ്പ് കാലാവസ്ഥയിൽ വരുന്ന ചെടികളാണ്. അപ്പോൾ ഏകദേശം ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഏകദേശമൊക്കെ മനസ്സിലായല്ലോ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയമുണ്ട്? പിന്നെ ഇതുണ്ടല്ലോ, ഇതൊരു കാറ്റാടി മരമാണ്. അതുപോലെ നമ്മുടെ നാട്ടിലെ തൊട്ടാവാടിയിൽ ഒരു പിങ്ക് കളർ പൂ ഉണ്ടാകത്തില്ല, അതുപോലെ ഇതിൽ നിറയെ പൂവുണ്ടാകും. ഇതിൻ്റെ അരി വീണ് അവിടെ എല്ലാം മരവും ഉണ്ടാകും. പക്ഷെ ഇത് നമ്മൾ കടയിൽ വാങ്ങിച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. ഈ മരത്തിന് നമ്മൾ ഒരു പ്രാവശ്യം വാങ്ങിച്ചു വെച്ചാൽ, പക്ഷെ ഇത് അരി വീണ് തന്നെ കിളുത്ത് വന്നാൽ നമ്മൾ ഫ്രണ്ടിൽ വാങ്ങിച്ചു വെച്ചു. എന്നിട്ട് അതിൻ്റെ അരി വീണ് അവിടെ എല്ലാം കിളുത്ത് വന്നു. അപ്പം നമ്മൾ ഇങ്ങോട്ട് പറിച്ചുകൊണ്ട് വെച്ചതാണ്. ഇത് നല്ലതാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതെന്ന് പറഞ്ഞാൽ പൂ ഉണ്ടായി കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്. ഇതിനൊരു തണലും ഇങ്ങനെ മേടിച്ച് വെച്ച മരമാണിത്. അങ്ങനെ പല കാര്യങ്ങൾ ഇവിടെ നമുക്ക് പല കാര്യങ്ങളും അരിയിട്ടൊക്കെ കിളിപ്പിക്കാൻ പറ്റും. നമുക്കിതേപ്പറ്റി അത്ര അറിയത്തില്ലായിരുന്നു. പിന്നെ ഇവിടെ ടെക്സസിൽ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഇവിടുത്തെ നഴ്സറി പോയിട്ട് അവരോട് ചോദിച്ചാൽ അവർ പറയും മണ്ണിനെ പറ്റിയും ഏത് കൃഷിയാണ് എപ്പോൾ ചെയ്യേണ്ടത്. ഇതൊന്നും പറയണ്ട. ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇങ്ങനെ ഈ നമ്മുടെ യാർഡില് ഇപ്പം അവിടെ നോക്കണ്ട, ഏണിയുണ്ട്. ഇവിടെ ഏണിയുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ ഈ മണ്ണും ഇതെല്ലാം വളങ്ങളെല്ലാം ഉന്തിക്കൊണ്ട് പോകുന്നത്. അതുപോലെ തന്നെ ഈ ചെടികൾക്കൊക്കെ ഭയങ്കര വെയിറ്റ് ആണ്. ഇപ്പൊ വെയിറ്റ് ഉള്ളപ്പോൾ അതേൽ വെച്ച് ഇത് ഇങ്ങനെ ഇതിലോട്ട് വെക്കും. ഇതിലോട്ട് എടുത്ത് ഇങ്ങനെ അതായത് ശരിക്കും എനിക്കറിയത്തില്ല ഇതൊന്നും പരിപാടികൾ. അതിങ്ങനെ ഇങ്ങനെ ഇതേ വെച്ചിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോകും. ഇങ്ങനെ അല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം എടുത്തുകൊണ്ട് പോകാൻ പ്രയാസമാണല്ലോ. IC4 അതുകൊണ്ട് അതിനകത്ത് മണ്ണും ചെടിയും ഒക്കെ ഉന്തിക്കൊണ്ട് പോകുന്ന. ഇവിടെ ഇങ്ങനെ ചോദിച്ചാൽ ഇവിടെ ഒത്തിരി സാധനങ്ങളുണ്ട്. പക്ഷെ പകുതി സാധനവും എനിക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. ഞാൻ റേച്ചാൻ ഉള്ളപ്പോഴത്തേക്ക് വിളിച്ച് എന്തൊക്കെയാണ് ഒരു യാർഡിന് അത്യാവശ്യമായിട്ട് മേടിക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ട് പറയാം. പിന്നെ ഉള്ള സത്യം പറഞ്ഞാൽ നമ്മൾ ഈ മുടക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഫൈനാൻഷ്യലി നമുക്ക് വലിയ ലാഭമൊന്നുമില്ല. പക്ഷെ മാനസികമായിട്ട് വളരെ സന്തോഷം. വെളിയിലോട്ട് ഇറങ്ങുമ്പോഴൊക്കെ നമുക്ക് തന്നെ തോന്നുന്നില്ലേ നാട്ടിൻ്റെ ഒരിതും. നമ്മൾ ഈ നല്ല ഇതിലൊക്കെ രാവിലെ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നും ഈ വയനാട്ട് അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നല്ലൊരു കാറ്റിങ്ങോട്ടൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ഫീലാണ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങളൊരു സന്തോഷത്തിന് വേണ്ടിയാണ് മെയിനായിട്ട് ഇത് ചെയ്യുന്നത്. നീ ഇവിടെ മാവും പ്ലാവും ഒക്കെ കണ്ടില്ലേ, അതിനകത്ത് കായൊന്നും ഉണ്ടാകത്തില്ല, ഞങ്ങൾക്കും അറിയാം. പക്ഷേ നമുക്കതൊക്കെ കാണുന്ന ഒരു സന്തോഷമാണ്, നമ്മുടെ നാട്ടിലെ ഒരു ഫീലും. ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു കാര്യമുണ്ട്, ദൈവകൃപയാൽ ഇപ്പം ഞങ്ങളാരും ബ്ലഡ് പ്രഷറിൻ്റെയോ ഡയബറ്റിക്കോ മെഡിസിൻ ഒന്നും എടുക്കാറില്ല. അപ്പം ഞാൻ ഓർക്കും നമ്മൾ ഈ ഡോക്ടറിൻ്റെ മരുന്നിന് കൊടുക്കുന്ന പൈസ ഇവിടെ അങ്ങോട്ട് സ്പെൻഡ് ചെയ്ത് നമുക്കിതൊരു നല്ല ഫിസിക്കൽ മെൻ്റൽ ഹാപ്പിനെസ്സും തരുന്നുണ്ട്, ഹെൽത്തി ആയിട്ടൊരു ഫീലിങ്സും തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചെറിയ വെജിറ്റബിൾസും കിട്ടും. അങ്ങനെ എക്സസൈസ് നല്ലൊരു ഹാപ്പിനെസ്സിന് വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നത്. നിങ്ങൾക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യുക.
താങ്ക് യു സോ മച്ച് ചേച്ചി ഫോർ ദ വാല്യുബിൾ ഇൻഫർമേഷൻ. സൗമ്യ താങ്ക് യു. വന്ന് ഇതൊക്കെ നേരിട്ട് വന്ന് ചോദിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമാണ് ആൾക്കാരിങ്ങനെ എന്തിനെ പറ്റിയും സംശയം ചോദിക്കുക. കാരണം ഞാൻ സംശയം ചോദിച്ച് ലേൺ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ആൾക്കാർ എന്നോട് സംശയം ചോദിക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടമാണ്. ഇനി ഇത്രയും സമയം ഞങ്ങളുടെ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ ആൻസർ ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.